വെൽക്കം ടു കിച്ചൺ നട്ട്സ്. ഇന്ന് നമ്മളിവിടെ ഒരു ചിക്കൻ കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ തേങ്ങയൊക്കെ വറുത്തരച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ചോറിൻ്റെയും അപ്പത്തിൻ്റെയും പുട്ടിൻ്റെയും ഒക്കെ കൂടെ സെർവ് ചെയ്യാൻ പറ്റിയ ഒരു സ്പെഷ്യൽ ചിക്കൻ കറി നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. എല്ലോട് കൂടിയിട്ടുള്ള ചിക്കൻ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്കിതിലേക്കൊരു മസാല തയ്യാറാക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു സ്കില്ലറ്റ് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ട, അതുപോലെ 4 ഏലക്ക, 5 6 ഗ്രാമ്പു, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ഇത്രയും ചേർത്ത് കൊടുത്ത് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇതൊന്ന് ചെറുതായിട്ട് ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 1 കപ്പ് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം തേങ്ങ വറുത്തെടുക്കാനായിട്ട്, ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മല്ലി ചേർത്ത് കൊടുക്കാൻ. മുഴുവൻ മല്ലിയാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു 5 6 നമ്മുടെ എരിവിനനുസരിച്ച് മുളക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ സാധാരണ മുളകും അതുപോലെ തന്നെ കാശ്മീരി മുളകും മിക്സ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ എരിവിനനുസരിച്ച് ഇതിൻ്റെ എണ്ണത്തിലൊക്കെ വ്യത്യാസം വരുത്താം. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളകും കൂടി ഇതിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗണായി വരുന്നവരെ നമുക്ക് വറുത്തെടുക്കാം. തീ ഒരിക്കലും കൂട്ടി വെക്കരുത്, മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഇത് വറുത്തെടുക്കണം. ഇപ്പോൾ ഇതാ തേങ്ങ നല്ലപോലെ വറുത്ത് ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ മുഴുവനോടെ മല്ലിയും മുളകും ഒക്കെ ഉപയോഗിക്കുന്നതിന് പകരം പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ അത് നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചൂടോടെ തന്നെ ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് ചെറുതായിട്ട് ചൂടാറി കഴിയുമ്പോൾ ഞാനിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതാദ്യം നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നല്ലപോലെ അരച്ചെടുക്കാം. ഇപ്പം നമ്മൾ ഈ ചിക്കനിലേക്കുള്ള മസാല തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അതുപോലെ ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അതുപോലെ 7 8 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ നല്ലപോലെ ഒന്ന് ചതച്ച് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് ഈ ചിക്കൻ കറി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു മൺചട്ടി ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. ഈ കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ ഒരു 2 വലിയ സവാള ഇതുപോലെ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ഈ കറിക്ക് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് ചേർക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ചെറിയ ഉള്ളിയും ബാക്കി സവാളയും കൂടി ചേർക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് സവാള ചേർത്ത് കൊടുത്താണ്. അതൊന്ന് വഴറ്റി കൊടുക്കാം. അതൊന്ന് ചെറുതായിട്ട് വാടിക്കഴിയുമ്പോൾ നമ്മൾ നേരത്തെ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ സവാളയൊക്കെ നല്ലൊരു ഗോൾഡൻ കളറായിട്ട് വരുന്നവരെ നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഇത് സവാളയൊക്കെ വഴറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ തക്കാളി നല്ലപോലെ ഒന്ന് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ തക്കാളിയൊക്കെ വെന്ത് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 2 മിനിറ്റ് ഇതുപോലെ നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു 1.5 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ചിക്കനൊക്കെ നല്ലപോലെ ഒന്ന് ചൂടായിട്ട് അതിലെ വെള്ളമൊക്കെ ഇറങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മസാല, അരച്ച് വെച്ച മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഞാനിപ്പോൾ ഈ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ആ മുഴുവൻ മസാലയും ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലപോലെ നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ സമയത്ത് തന്നെ ചിക്കൻ്റെ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു 1 കപ്പ് ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമ്മൾ കുക്ക് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഗ്രേവി കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം. ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത ശേഷം ഞാനിത് അടച്ചു വെച്ച് ഈ ചിക്കൻ വേവിച്ചെടുക്കുന്നുണ്ട്.
ഇതൊരു 10-15 മിനിറ്റിൽ തന്നെ നമുക്ക് ചിക്കൻ നല്ലപോലെ വെന്ത് കിട്ടും. ഓരോ ചിക്കനും വേവ് വ്യത്യാസമായിരിക്കും. അതുകൊണ്ട് നമ്മൾ ചിക്കൻ്റെ വേവ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് നോക്കണം. ഇപ്പം നമ്മുടെ ചിക്കനൊക്കെ നമുക്ക് നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഗ്രേവിയുടെ കൺസിസ്റ്റൻസിയും കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഈ ചിക്കനൊക്കെ നല്ലപോലെ വെന്ത് കഴിഞ്ഞ് വരുമ്പോൾ ഇതിൽ കണ്ടോ, ഇതേപോലെ മുകളിൽ എണ്ണയൊക്കെ തെളിഞ്ഞ് വരും. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഇതൊരു തേങ്ങ വറുത്തരച്ച കറി ആയതുകൊണ്ട് ഇത് കുറച്ച് നേരം ഇരുന്ന് ചൂടാറി കഴിയുമ്പോൾ ഈ ഗ്രേവി കുറച്ചുകൂടി ഒന്ന് തിക്കാവും. ഇനി ഇതിലേക്ക് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഈ സമയത്ത് ചെക്ക് ചെയ്തിട്ട് നമുക്ക് കുറച്ചുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വറുത്തരച്ച ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും അതുപോലെ പുട്ട്, അപ്പം, ദോശ ഇതിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്.